ഇടുക്കി തൊടുപുഴയിൽ രാസലഹരിയുമായി ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ 4 പേർ പിടിയിൽ. ഇവർ ലഹരി മാഫിയയുടെ പ്രധാന കണ്ണികളെന്ന പോലീസ്. ഡിവൈഎഫ്ഐ തെക്കുംഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ TS ഷിയാസും 3 സുഹൃത്തുക്കളുമാണ് പിടിയിലായത്. ഇവർ മുൻപും സമാന കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഇടുക്കി SP പറഞ്ഞു. ഇന്നു പുലർച്ചെ തൊടുപുഴ ഇടവെട്ടി ജംഗ്ഷനിൽ കനാൽ പാലം ഭാഗത്ത് പോലീസും ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഡിവൈഎഫ്ഐ നേതാവ് TS ഷിയാസ്, ഇയാളുടെ സുഹൃത്തുക്കളായ ആഷിഖ്, നിഹാൻ, അർഷിദ് എന്നിവർ പിടിയിലായത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോയിൽ നിന്നും കാറിൽ നിന്നുമായി 18.18 ഗ്രാം MDMAയും 10 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പോലീസ് കണ്ടെടുത്തു. മുമ്പ് ലഹരിയുമായി പിടിയിലായ അർഷിദിനെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ലഹരി കൈമാറ്റം നടക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയത്. പല കേസുകളിലായിട്ട് പ്രതിയായിട്ടുള്ളവരാണിത്. ഇന്നത്തെ ആദ്യത്തെ ഒരു പ്രതി അർഷിദാണ്. ഇയാളെ നമ്മൾ 10-ാം തീയതി ഇയാളുടെ വീട്ടിൽ നമുക്കൊരു 0.2 ഗ്രാം MDMA സഹിതം നമ്മൾ പിടിച്ചിട്ടുള്ളതായിരുന്നു. ബെയിലബിൾ ഒഫൻസ് ആയിട്ട് അയാളെ ബെയിൽ കൊടുത്തു വിട്ടതാണ്. തൊടുപുഴ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പനയ്ക്കായി പ്രത്യേക സംഘങ്ങളുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. പിടികൂടിയ ലഹരി വസ്തുക്കൾ ജില്ലയ്ക്ക് പുറത്തുനിന്ന് എത്തിച്ചതെന്നാണ് പ്രതികൾ നൽകിയിരുന്ന മൊഴി. പിടിയിലായ TS ഷിയാസ് ഡിവൈഎഫ്ഐ തെക്കുംഭാഗം മേഖലാ സെക്രട്ടറിയും തൊടുപുഴ ബ്ലോക്ക് കമ്മിറ്റി അംഗവുമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് LDF സ്ഥാനാർത്ഥിയായി TS ഷിയാസ് മത്സരിച്ചിരുന്നു. ലഹരി മാഫിയയുമായുള്ള ഷിയാസിന്റെ ബന്ധം വിവാദമായതോടെ ഇയാളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും പിന്നീട് തിരിച്ചെടുക്കുകയും ചെയ്തു. ജനം, ഇടുക്കി.